Time is money. Never waste time. Never insult time. Just respect time. Remember, time is like money. Remember, time is more valuable than money. Money, if we lose, we can earn it later. But time, once it's lost forever. നമ്മളെല്ലാവരും അയ്യോ എനിക്ക് ഇന്ന് ഹെക്റ്റിക് ഷെഡ്യൂളാണ്, തീരെ സമയമില്ല എന്നുള്ളതൊക്കെ പറയാറുണ്ട്. പലരും ടൈം മാനേജ്മെന്റിനെ പറ്റി എപ്പോഴും വാ തോരാതെ പറയാറുണ്ട്. എനിക്കൊരു സാറുണ്ടായിരുന്നു പണ്ട്. അദ്ദേഹം ഒരിക്കലും ടൈമിനെത്തില്ല, ആരോട് എന്ത് പറഞ്ഞാലും ടൈമിനെത്തില്ല. പക്ഷെ അയാൾ ഹി വാസ് ടേക്കിംഗ് ദി ടൈം മാനേജ്മെന്റ് സെഷൻ. അപ്പൊ ഞങ്ങളൊക്കെ ചിരിക്കും. പക്ഷെ തമാശ രൂപേണ അദ്ദേഹം പറയേണ്ടതൊക്കെ പറയാറുണ്ട്, നമുക്ക് മനസ്സിലാവേണ്ടതൊക്കെ മനസ്സിലാവാറുണ്ട്. എങ്കിലും പ്രാക്ടിക്കലി സ്പീക്കിംഗ് അദ്ദേഹം ഇങ്ങനെയായിരുന്നു. അപ്പൊ നമ്മള് ടൈമിനെ പറ്റി പറയുമ്പോൾ കഴിയുന്നതും കൃത്യസമയത്ത് എത്താനും അതുപോലെ തന്നെ ആ സമയത്തെ റെസ്പെക്ട് ചെയ്യുവാനും പഠിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കൃത്യസമയം പാലിക്കുന്നുണ്ട്. സൂര്യൻ കൃത്യസമയത്ത് ഉദിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ജ്യോത്സ്യന്മാരും എല്ലാവരും പെടും. ജ്യോത്സ്യന്മാരെല്ലാം സമയം നോക്കിയാണ്, എന്തിനും ഏതിനും സമയം നോക്കി. ഇതൊരു സിനിമ തന്നെ ഉണ്ട്, എന്തൊരു സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ. അതായത് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ കാല് പുറത്തേക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇയാൾ സമയം നോക്കിയിട്ടല്ലാതെ ശരിയാവില്ല. എന്തിനും ഏതിനും ഇഫ് യു റെസ്പെക്ട് ടൈം, നോ ഡൗട്ട് വി ഓൾസോ വിൽ ബി റെസ്പെക്റ്റഡ് ബൈ ദി ടൈം. നമ്മൾ ആർക്കും മനുഷ്യന് അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്താൽ അങ്ങോട്ട് കിട്ടും. സമയത്തിനായാലും ഇത് തന്നെയാണ് ഫലം. പണ്ടത്തെ എൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു. അയാള് വളരെ റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഭയങ്കര സ്പീഡിന്റെ ആളാ. കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്ക് ഇപ്പൊ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അയാൾ ചോദിക്കും, അല്ല സുരേഷേ, നമുക്ക് ഒരു 15-20 മിനിറ്റ് കൊണ്ട് എത്തിക്കൂടെ എന്ന് ചോദിക്കും. എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന എനിക്കും അറിയാം, സാറിനും അറിയാം, 4 മണിക്കൂറെങ്കിലും കോഴിക്കോടേക്ക് കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്തെത്താം. എന്നാലും അദ്ദേഹം ചോദിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ അതാണ്. എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡിൽ നടക്കണമെന്ന നിർബന്ധമാണ് അദ്ദേഹത്തിന്. സമയം തീരെ നഷ്ടപ്പെടുത്തരുത്. അത് അദ്ദേഹം ലൈഫിലും വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മിനിറ്റ് പോലും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യില്ല. അപ്പം ഒരു പ്രാവശ്യം മാരേജ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സൂപ്പർവൈസർ ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ അതിലെ പോകുന്നു. അപ്പൊ അദ്ദേഹം ബോസിനെ കണ്ടപ്പോ ബോസ് ഉടൻ ചോദിച്ചു, അല്ല എന്താ കുട്ടികളൊക്കെ ആയില്ലേ, സ്കൂളൊക്കെ പോകാൻ തുടങ്ങിയോ കുട്ടികൾ എന്ന്. അപ്പൊ ഇയാൾ ഞെട്ടിപ്പോയി. അല്ല സർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ആകെ 4 മാസമായി ആയുള്ളൂ. അതൊന്നും സാരമില്ല, എന്താ വൈകുന്നത്, വളരെ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്നുള്ളതായിരുന്നു ബോസിന്റെ. അതായത് ഹി ഫോക്കസ് ഓൺ ടൈം, സ്പീഡ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏത് സമയത്തും എല്ലാ കാര്യങ്ങളിലും. നമ്മള് ഗിവ് ആൻഡ് ടേക്ക് പോളിസി, ഓൾവേസ് ഗിവ് ഫസ്റ്റ്. നമ്മൾ ആദ്യം കൊടുക്കാനാണ് പഠിക്കേണ്ടത്. യൂഷ്വലി വി ഓൾവേസ് ടോക്ക് അബൌട്ട് ദിസ്. എന്താ കാര്യം, നമ്മളത് ഫോളോ ചെയ്യാറുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ മാത്രമേ കിട്ടൂ. ആദ്യം നാം മറ്റുള്ളവർക്ക് നൽകിയാൽ അതിൻ്റെ ഫലവും അതുപോലെ തന്നെ ഏത് തരത്തിലാണോ നമ്മൾ നൽകുന്നത് അതേപോലെ ഗുണങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും. കൊടുക്കുന്നത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. കൊടുക്കുന്നത് നല്ലതായാലും മോശമായാലും തിരിച്ച് അതേപോലെ കിട്ടും എന്നതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അത് ഇറ്റ് മേ ബി ഹെൽപ്പ്, അല്ലെങ്കിൽ ലവ്, മണി, സ്മൈൽ, ടൈം, എന്തായാലും ഏത് കാര്യമായാലും അങ്ങനെയാണ്. അതുപോലെ ഇതിൻ്റെ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് എങ്കിൽ തിരിച്ചു വരുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ നല്ല രീതിയിലായിരിക്കും. ഓൾവേസ് നമ്മൾ ഡു യു റെസ്പെക്ട് ലവ്? ഡു യു റെസ്പെക്ട് മണി? ഡു യു റെസ്പെക്ട് അതേഴ്സ്? then why can't you respect time? ഇന്നത്തെ തീം അതാണ്.
ഡു യു റെസ്പെക്ട് ടൈം? ഒരു ചെറിയൊരു 2 സുഹൃത്തുക്കളുടെ കാര്യമാണ്. അതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. രാജു ആൻഡ് മൻസൂർ രണ്ടാളും സുഹൃത്തുക്കളാണ്. രാജു ഒരിക്കലും ഒരു സ്ഥലത്തും കൃത്യസമയത്ത് എത്തൂല. അത് മീറ്റിങ്ങിനാവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, അല്ലെ എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടാവട്ടെ, ആദ്യം പറഞ്ഞു ഉറപ്പിച്ചതാണെങ്കിൽ പോലും ഒരു 15-20 മിനിറ്റ് നമ്മളെ കാത്തു നിപ്പിച്ചേ അടങ്ങും. അങ്ങനെ അദ്ദേഹം വൈകി വരും. അപ്പോൾ കൃത്യസമയത്ത് എത്താത്തതിന്റെ ആ അസ്വസ്ഥതയിലാണ് നമ്മൾ തുടക്കം ഉണ്ടാവുക. ഇയാളുമായിട്ട് സംസാരം തുടങ്ങുക. നമ്മൾ സമയത്തെ ബഹുമാനിക്കുന്നുണ്ടോ? അവിടെയാണ് ആ ചോദ്യം. നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ തിരിച്ച് അദ്ദേഹത്തിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ബഹുമാനം ലഭിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ ബഹുമാനം കിട്ടില്ല. മാത്രമല്ല ഈ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും മനസ്സിൽ ഉണ്ടാവുന്നത്. സമയം ശരിക്ക് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വളരെയധികം ഇൻസൾട്ട് ചെയ്യപ്പെടും പല സ്ഥലങ്ങളിലും. ആ ഇൻസൾട്ട് നമുക്ക് വളരെ ഒരു ഇറിറ്റേഷനും ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ഫീലിംഗ് ഓൾവേസ് ഉണ്ടാവും. അത് നമ്മളെ ജീവിതം എന്തെന്ന് പഠിപ്പിക്കുകയും ചെയ്യും. അത് ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. ടൈം ഈസ് വാട്ട് വി വാണ്ട് മോസ്റ്റ്, ബട്ട് വാട്ട് വി യൂസ് വേസ്റ്റ്. നമ്മൾ സാധാരണ സമയത്തെ പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിക്കുമെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ടോ? അഥവാ അശ്രദ്ധയോടുകൂടിയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? പഠിക്കുന്ന കാലത്തൊക്കെ എക്സാമിന്റെ സമയത്ത് നമ്മൾ 1 മിനിറ്റിന് വളരെ വിലപിടിപ്പുള്ളതാണ്. ഇല്ലെങ്കിലോ പിന്നെ നോക്കണ്ട, കൃത്യമായി പ്ലാൻ ചെയ്ത് എഴുതിയാലേ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, മാർക്ക് ലഭിക്കുള്ളൂ, വേണ്ടത്ര സമയം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. ആ എല്ലാ കാര്യങ്ങളും കൃത്യമായി സമയത്ത് ചെയ്യണം. ചില ആൾക്കാർ കാണാം, തോണി കിടന്ന് ഓടല്ലേ എന്ന് പറയാറുണ്ട് നമ്മള്. തോണിയിൽ ഇപ്പൊ എന്ത് ഓടിയിട്ടും കാര്യമില്ല, ആ തോണി എത്തുന്ന സമയത്തേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഉള്ളിൽ കിടന്നിട്ട് ഓട്ടായിരിക്കും. നോ യൂസ്, ഫയർ ഫൈറ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഒന്നും ചെയ്യാനാവാതെ എന്നാലോ സ്പീഡിൽ കാര്യങ്ങൾ നടക്കും വേണം. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോഴാണ് നമ്മൾ ചിലപ്പം കാണാറുണ്ട് ചില ലേബർ റൂമിന്റെ പുറത്തൊക്കെ ചിലർ ഒന്ന് ഭാര്യ വീട്ടുകാരെ കാണിക്കാനും ആവാം, അല്ലെങ്കിൽ സ്വന്തം ടെൻഷനും ഉണ്ടാവാം. വൈഫ് അഥവാ നമ്മളെ ആരെങ്കിലും ലേബർ റൂമിലാണ് എങ്കിൽ ഭാര്യയ്ക്കുണ്ടാവുന്ന അഥവാ അവിടെ ഉള്ളിലുണ്ടാവുന്ന ആൾക്കാർക്കുള്ള വേദനയെക്കാളും അധികം പുറത്തുള്ള ആൾക്കാർ ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും അത് മനുഷ്യ സഹജമായതിനാൽ അത് ഒരു ഓർഡിനറി ഇതായിട്ട് കാണുന്നു ആൾക്കാർ. അപ്പം ഈ നേഴ്സ് വന്നിട്ട് കുട്ടി ലക്ഷ്മിയാണ് എന്ന് പറയുമ്പം സന്തോഷിച്ച് ആഹ്ലാദിച്ച് എല്ലാ ടെൻഷനും കഴിയുകയും ചെയ്തു. അപ്പം നമ്മൾ ഏത് വിധത്തിൽ ഓരോ സമയത്തും അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. എ മാൻ ഹു ഡെയർസ് ടു വേസ്റ്റ് 1 hour of life has not discovered the value of life. ചാൾസ് ഡാർവിൻ പറഞ്ഞതാണ്. വിലപ്പെട്ട 1 മണിക്കൂർ ഒന്നും ചെയ്യാതെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാത്തവരാണ് എന്നാണ് പറഞ്ഞത്. ശരിക്കും എത്രയോ ആൾക്കാരുണ്ട് വേഴാമ്പലിനെ പോലെ നല്ല സമയം വരും എന്ന് വിചാരിച്ച് ദിവാസ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന മഹാനുഭാവന്മാര്. ജീവിതം മുഴുവൻ കാത്തിരിപ്പായിരിക്കും അവർക്ക്, ഉറപ്പാണ്. ഒരു കാത്തിരിപ്പ്, ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുന്നത് നമ്മൾ മാറ്റണം. ഉണ്ടെങ്കിൽ കോൺസിക്വൻസസ് ഓഫ് ഇൻസൾട്ടിങ് ടൈം, നെവർ റീച്ചിങ് ഓൺ ടൈം. ഇതിന്റെ പരിണത ഫലം ഈ സമയത്തെ നമ്മൾ വില കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും കൃത്യമായ ടൈമിന് നമ്മൾ എത്തില്ല. ക്രിയേറ്റിംഗ് എ ഫീലിംഗ് ഓഫ് ഫ്രസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ പോലെ എവിടെ എത്തുമ്പോഴും ഒരു ആൾക്കാരെല്ലാവരും നമ്മളെ മുഖത്തെ നോക്കൂ, ഇയാളാണ് ഇന്ന് ഈ ലേറ്റ് ആയതിന്റെ എല്ലാറ്റിൻ്റെയും കാരണം എന്നുള്ള മട്ടിൽ. then we may lose the respect. നമുക്ക് ബഹുമാനം, കിട്ടേണ്ടതായ ബഹുമാനം കിട്ടാതെ പോകും. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ നമ്മളെ വാക്കിനും വില ഉണ്ടാവില്ല. പിന്നെ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ വരും.
അത് എന്തിലേക്ക് നയിക്കും? നമ്മളെ റിലേഷൻഷിപ്പിലേക്ക് പോലും നയിക്കും. ചില ആൾക്കാരുണ്ട് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം വൈഫും കുട്ടികളും ഒക്കെ പുറപ്പെട്ട് കാത്തിരിക്കുകയായിരിക്കും ഇയാളെ. ഇയാൾ എത്തിയിട്ട് വേണം അവർക്ക് ഒന്നുകിൽ ഫംഗ്ഷന് അല്ലെ ഷോപ്പിലേക്ക് ഒക്കെ പോവാൻ. അപ്പൊ ഈ കാത്തിരിപ്പാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പൊ കുട്ടികളും ഒക്കെ ഭയങ്കര ബോറടിക്കും. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഇദ്ദേഹത്തെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നിച്ച മറ്റുള്ളവരിൽ വരുത്തുവാനും നമ്മളെ റിലേഷൻഷിപ്പിനെ ബാധിക്കാനും കാരണമാവും. ഇത് അതൃപ്തിയും ഒക്കെ ഉണ്ടാവും. Then time never waits for anybody. Nobody is interested in waiting. അതായത് നമ്മളിപ്പം ഒരിക്കലും പറഞ്ഞ സമയത്ത് എത്താത്ത ഒരാളെ കാത്തിരിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, ആർക്കും ഇഷ്ടമുണ്ടാവില്ല. സോ നെവർ മേക്ക് അതേഴ്സ് വെയിറ്റ്. വേറുള്ളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്, പണ്ടൊക്കെ മാരേജിന് വരുമ്പം നമ്മളെ കാരണവന്മാര്, അതായത് വീട്ടിലെ ഏറ്റവും മൂത്ത, ഏറ്റവും റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റി അമ്മാവൻ എന്ന് പറയുന്ന അദ്ദേഹം ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആയിട്ടാ വരിക. ഒന്ന് കാത്തുക്കിട്ടെ തന്നെ, ഞാനല്ലേ തീരുമാനം കാര്യങ്ങൾ എന്നുള്ളത്. ഇത് ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല. എന്താ വെച്ചാൽ അമ്മാവന്മാർക്ക് വിലയൊക്കെ ഉണ്ടെങ്കിലും പണ്ടത്തെ അത്ര ഒരു ഒരു അധികാരം കുറവാണ്. അതിനാല് പണ്ടത്തെ മാതിരി അത് ചെയ്യാൻ ശ്രമിച്ചാൽ അത് പരാജയമായിരിക്കും. അപ്പം അങ്ങനെയുള്ളതും നമ്മൾ വേറുള്ളവരെ കൊണ്ട് നമ്മളെ കാത്തിരിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പം ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. മേമനയില്ലത്തെ തിരുമേനി അന്തർജനവുമായിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അദ്ദേഹം എവിടുന്നോ യാത്ര കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ ഇങ്ങനെ വരികയാണ്. അപ്പം ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ട്രെയിനിലേക്ക് കയറാൻ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് തിരുമേനിക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥ. വേഗം ഇറങ്ങാൻ അദ്ദേഹം ഒരു വഴി കണ്ടില്ല. എന്താ വെച്ചാൽ ആകെ 3 മിനിറ്റ് ട്രെയിന് അവിടെ നിർത്തുള്ളൂ. അതിനുള്ളിൽ ഈ തിരക്കിനുള്ളിൽ കൂടെ ഇദ്ദേഹത്തിനും അന്തർജനത്തിനും ഇറങ്ങും വേണം. ഒറ്റ ഉറക്ക ഇദ്ദേഹം പറഞ്ഞു, മാറുക മാറുക, നോമിന് ഈ ട്രെയിനിൽ നിന്ന് തന്നെ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ട്രെയിനിലും കയറാമല്ലോ. 3 മിനിറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുള്ളൂ. ഇത് പറഞ്ഞപ്പം ബാക്കിയുള്ളവർക്ക് അത് ശരിയാണല്ലോ, ഇദ്ദേഹത്തിന് ഭാര്യയ്ക്കും ആ ട്രെയിനിന് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് വേറെ ട്രെയിനിൽ കയറാലോ. അപ്പൊ കുറച്ച് ഈ കൺഫ്യൂഷൻ, ഇത് എന്താ പറഞ്ഞത് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ആൾക്കാരൊന്ന് മാറി. ഇയാൾ ആ ഇതില് കൺഫ്യൂഷനിൽ ട്രെയിനിന് ഇറങ്ങുകയും ചെയ്തു. അപ്പം സമയത്തിനുള്ളിൽ നമ്മൾ തന്നെ വഴി കണ്ടെത്തുകയും നമ്മൾ ചെയ്യുകയും വേണം. അത് കുറച്ചൊരു തമാശ രൂപത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു ട്രിക്കുണ്ട്, നേരെ കൃത്യസമയത്ത് ഇതിൽ നിന്ന് ഇറങ്ങാനും സാധിച്ചു. Then how can we bring changes? ഇതൊക്കെ ആയാലും നമ്മൾക്ക് നമ്മളുടെ സമയത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ചെയ്യുവാനുള്ള ആ ഒരു ചേഞ്ച് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ no use. How can we be punctual? Prepare to-do list. Prioritize. ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ തലേന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പേ എഴുതി വെക്കുക. ഞാൻ എത്രയോ വർഷങ്ങളായിട്ടായി ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ ഇതാവാറുണ്ട്, എങ്കിലും യൂഷ്വലി അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കത് വേണ്ട എന്ന് ഒഴിവാക്കും ചെയ്യാൻ വേണ്ടത്, ഒരു പ്രശ്നവുമില്ല. അപ്പം പ്രയോറിറ്റി നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബി സിൻസിയർ ഇൻ ഫിക്സിങ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് നമ്മൾ ഒരാളോട് നാളെ കാണാം, നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് സിൻസിയർ ആയിട്ട് എന്തായാലും അദ്ദേഹത്തെ കാണണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിരിക്കണം. പറ്റി നോക്കാം എന്നുള്ളതാണെങ്കിൽ അത് പറ്റൂല, അത് സാധിച്ചു എന്ന് വരില്ല. അതാണ് അതിനൊരു സീരിയസ്നെസ് നമ്മൾ കൊടുക്കണം. ഇറ്റ് വിൽ സേവ് അവർ ടൈം റേദർ അതേഴ്സ്. ബാക്കിയുള്ളവരെ നമ്മളിപ്പോ മറ്റാളോട് പറയുന്ന അയാളും കാത്തുക്കുമല്ലോ. അപ്പം അതിൽ നിന്നും നമുക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റും. അഥവാ നമുക്ക് അങ്ങനെ ഒരു മോശ അഭിപ്രായം നമ്മളെ പറ്റി വരുത്താതിരിക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ വി ഹാവ് ടു വിഷ്വലൈസ്, എൻഷുർ ഇറ്റ് ഹാപ്പൻസ് ഓൺ ടൈം. അതായത് വിഷ്വലൈസ് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്നതാണ്. വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തെ നാളെ കാണുന്നു, ഇന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ ഹാപ്പൻ. 100% ഇറ്റ് വിൽ ഹാപ്പൻ. നമ്മൾക്ക് ക്യാൻ അവോയ്ഡ് പല കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ സമയത്തിന്റെ ഇതിൽ നമുക്ക് വളരെ
കൃത്യമായി കാര്യങ്ങൾ നടത്താൻ പറ്റും. ഒന്ന്, അൺവാണ്ടഡ് ലൂസ് ടോക്സ്. അത് പലപ്പോഴും നമ്മൾക്ക് പലർക്കും ഉണ്ട്. എനിക്കും കുറച്ചൊക്കെ ഉണ്ട്. ഒരു ഉപയോഗമില്ലാത്ത സംസാരം അങ്ങനെ സംസാരിക്കുക. അത് ഇറ്റ് വിൽ നമ്മളെ സമയം കണ്ടമാനം അനാവശ്യമായിട്ട് വേസ്റ്റ് ആവാൻ കാരണമാവും. ഓവർ തിങ്കിങ്, ഡേ ഡ്രീമിങ്. പലരും ദിവാസ്വപ്നത്തിന്റെ അടുത്ത ആൾക്കാരാണ്. അപ്പം എന്താ കാര്യം? നമ്മളിങ്ങനെ ആലോചിക്കും, അതും ഇതും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ സമയം പോവുകയെന്ന് മാത്രമാണ്. അപ്പം അത് ഒഴിവാക്കാൻ ഈ ഓവർ തിങ്കിങ് നമ്മൾ എപ്പോഴും ഇതിൽ മൈൻഡ് പ്ലസിൽ പറയുന്ന ഓവർ തിങ്കിങ്, ആ ഓവർ തിങ്കിങ് ഒഴിവാക്കുക, ദിവാസ്വപ്നം ഒഴിവാക്കുക. പിന്നെ അൺസ്കെഡ്യൂൾഡ് എൻഗേജ്മെന്റ്സ്, കാലേക്കൂട്ടി തീരുമാനിക്കാത്ത കാര്യങ്ങൾ. ചേട്ടനുണ്ടല്ലോ, ഞാൻ ഇപ്പം അങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറ്റാത്തതാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഐ ആം എക്സ്ട്രീംലി സോറി, ഹാവ് ഗോട്ട് പ്രയർ എൻഗേജ്മെന്റ്സ് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാലോ, സമയമുണ്ടല്ലോ. പിന്നെ നമുക്ക് വേസ്റ്റിംഗ് ടൈം, അത് മെയിനായിട്ട് സോഷ്യൽ മീഡിയ ആണ്. നമ്മളിപ്പോ എവിടെ ചെന്നാലും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുക, 100 ആൾ അവിടെ ഉണ്ടെങ്കിൽ 99 ആളും ഈ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്ന തിരക്കിലേക്ക്. എന്താ വെച്ചാൽ വേറെ പണിയൊന്നുമില്ല, ഇത് നോക്കാലോ. അപ്പം വേറൊരാൾ അതിൽ പോകുന്നതോ വരുന്നതോ, ഈവൻ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ്, അവരൊന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് ഹി വിൽ ബി ഫോക്കസിങ് ഓൺ സോഷ്യൽ മീഡിയ ഓർ മൊബൈൽ. അപ്പം അതിന് ഒരു ലിമിറ്റ് വെക്കുക. ദിവസത്തിൽ വൈകുന്നേരം 5 മണിക്ക്, അല്ലെങ്കിൽ രാത്രി 8 മണിക്ക്, അല്ലെങ്കിൽ രാവിലെ 10 മണിക്ക്, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ 2 മണി, അങ്ങനെ ഒരു ടൈം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ഈ പറഞ്ഞ നമ്മൾ അഡിക്ഷൻ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾക്കും ഒരു ടൈം ലിമിറ്റ്. നമ്മളിപ്പോൾ ഒരാളെ കണ്ട് 2 മണിക്കൂറാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ വിചാരിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് വേറെ പണി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ആ 2 മണിക്കൂറിന്റെ ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുക. അത് കഴിയുമ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിടുക. ഇല്ലെങ്കിൽ എന്താ വെച്ചാല് നമ്മള് അയാളുടെ മുന്നിലും ഒരു സമയത്തിനും വിലയില്ലാത്ത ഒരാളെ മാതിരി ഇങ്ങനെ പോവും. നമുക്ക് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം, നന്ദർക്കുള്ള മറ്റയാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ടൈം ഈസ് ദി മോസ്റ്റ് വാല്യുബിൾ തിങ് എ മാൻ ക്യാൻ സ്പെൻഡ്. മനുഷ്യന് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം എന്നത് എല്ലാവർക്കും അറിയാം. നമ്മുടെ വിലപ്പെട്ട സമയം മറ്റൊരാൾക്ക് വേണ്ടി പ്രതിഫലമില്ലാതെ ചെലവഴിക്കുക എന്നാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ചിലപ്പം നമ്മൾ കാണാറുണ്ട്, ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആംബുലൻസ് പരക്കം പായുന്നത്. അത് അപ്പൊ ഡോക്ടർ പറയും ഒരു 10 മിനിറ്റ് മുന്നേ എത്തുകയായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ ആ സമയത്തിന്റെ വിലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രോഗി 10 മിനിറ്റ് മുന്നേ അഥവാ കുറച്ച് സമയങ്ങൾക്ക് മുമ്പേ എത്തിക്കുകയായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള കേസുകളിലും നമ്മൾ സമയത്തിന്റെ വില അറിയേണ്ടതാണ്. ഒരു സെക്കൻഡിന്റെ അല്ലെ ഒരു മിനിറ്റിന്റെ വില, ആ ജീവന്റെ വിലയാണത്. സമയം വളരെ വിലപ്പെട്ടതാണ്. ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ദെൻ പങ്ക്ച്വാലിറ്റി, വാല്യൂ അതേഴ്സ് ടൈം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു ഓഫീസിൽ പോവുകയാണ്, മറ്റേയാൾക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുകയും നമ്മൾക്ക് യാതൊരു തിരക്കുമില്ല. അപ്പം നമ്മൾ പറഞ്ഞ ടൈമിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് തീർത്ത് നമ്മൾ പോരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പല എൻഗേജ്മെന്റ്സ് ഉണ്ടാവും. അത് പിന്നെ നെവർ ലൈ, ബി പ്രോംപ്റ്റ്. ഒരിക്കലും നമ്മൾ ചില പിന്നെ പൊതുവെ സെയിൽസിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മളും പണ്ട് ഫോളോ ചെയ്യാറില്ല. 10 മിനിറ്റ് കൊണ്ട് എത്തിയെന്ന് പറയും. 10 മിനിറ്റ് കൊണ്ട് എത്തിയില്ല, ഞാൻ അരമണിക്കൂർ കൊണ്ടാ എത്തുക എന്ന് പറഞ്ഞ ആൾ പറയും എന്നാ അന്ന് വേണ്ട നാളെന്ന്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് എത്താം. ഈ 10 മിനിറ്റ് കൊണ്ട് എത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തുന്നത് എങ്കിൽ അത് വി വിൽ ബി ലൈങ് ടു ഹിം. ആ ഒരു അരമണിക്കൂർ കൊണ്ട് എന്ന് പറയുന്നതോട് കൂടി പിന്നെ നമ്മൾ വിളിക്കുമ്പം അയാൾ എന്നാ പിന്നെ നാളെ ആക്കാം എന്നുള്ള ഒറ്റയടിക്ക് നമ്മളോട് അവർ പറയും. പിന്നെ BTB, നമ്മൾ വൺസ് വി സേ എനി ടൈം അല്ലെങ്കിൽ ഫിക്സ് എൻ അപ്പോയിന്റ്മെന്റ്, ബി ദർ ഓൺ ടൈം ഈവൻ ബിഫോർ. കുറച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പേ ആണ് എത്തുന്നത് എങ്കിൽ നമ്മളെ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 9:55 അദ്ദേഹം വിളിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ ബിസി ബാക്കിയുള്ള സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹി മേ ബി കോളിങ് അസ്.
അപ്പം നമുക്കും ഒരു വിലയാണ്. അദ്ദേഹത്തിനും സമയം നഷ്ടപ്പെടാതെ കഴിഞ്ഞു. അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആ ടൈം ഫോളോ ചെയ്താൽ വളരെ നല്ലതാണ്. ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞതാണ്, നമുക്ക് എന്തിനേയും കീഴടക്കാം, എന്നാൽ സമയത്തെ കീഴടക്കാൻ ആർക്കും ആവില്ല. Then lost time is never found again. Remember, even if we pay crores, we won't get the time back. ഒരിക്കലും നമ്മളെ നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കൽ അസാധ്യമാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഈ നിമിഷം മാത്രമാണ്. ഇതിനെ ഒരു നിധി എന്ന പോലെ തന്നെ കരുതി പാഴാക്കാതെ മൈൻഡ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലേക്ക് നീങ്ങാം.